ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ഹൃദയപൂർവ്വം. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ലലിതൻ, മാളവിക മോഹനൻ, സംഗീത നിഷാന്, സംഗീത് പ്രതാപ്, ഗാനലത്ത, സിദ്ദിഖ്, ജനാർദ്ദനൻ, പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. കറക്റ്റ് പിന്നെ ബേസൻ ജോസഫ്, മീര ജാസ്മിൻ, അൽതാഫ് സലീം, ആൻ്റണി പെരുമ്പാവൂരി, അൽതാഫ് സലീം, മീര ജാസ്മിനും അൽതാഫ് സലീമും ആൻ്റണി പെരുമ്പാവൂരും ക്യാമിയോസ്. പിന്നെ പടം ഡയറക്റ്റ് ചെയ്യുന്നത് സത്യൻ അന്തിക്കാടാണ്. ഇതിൻ്റെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അഖിൽ സത്യനാണ്. മീൻസ് ഒരന്വേഷണം സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദുൽഖറിനെ വെച്ചിട്ട്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തത് ജസ്റ്റിൻ പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അതിൻ്റെ മുമ്പ് ഏതൊക്കെ പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുണ്ടോ കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടാ, സോറി. പടത്തെ ഇത് ചെയ്തിരിക്കുന്നത് അരുൺ മുത്തേത്തടുത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. എഡിറ്റഡ് ബൈ KJ രാജഗോപാൽ. കോസ്റ്റ്യൂം ഡിസൈൻഡ് ബൈ സമീർ സമീഷ ആണ്. ഇത്രയാണ് എനിക്ക് കാസ്റ്റിംഗ് ക്രൂ വൈസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ സൂപ്പർ ഫിലിം. ലാലേട്ടൻ ഒരുപാട് നാൾക്ക് ശേഷം ഒരു കോമഡി ട്രാക്കിൽ തിരിച്ചെത്തിയിട്ടുണ്ട് വിത്ത് സത്യൻ അന്തിക്കാട്. പണ്ട് പ്രിയദർശൻ ലാലേട്ടനെ വെച്ച് പണിക്ക് വേറൊരു സീനിയർ റൈറ്റർ തിരിച്ച് നൽകുന്നു എന്ന് പറയുമ്പോൾ അത്യാവശ്യം സന്തോഷമുണ്ട്. അപ്പോൾ ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. പിന്നെ പെർഫോമൻസസ് വൈസ് സൂപ്പർ വേർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റനായിരിക്കട്ടെ, നമ്മളെ പിന്നെ സംഗീത് മഹാൽ കോംബോ, മീൻസ് അവർ രണ്ടുപേരും അത്യാവശ്യം ഒരു കോംബോ അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആക്ഷൻ സീക്വൻസസ് അത് ചെയ്ത് എനിക്കറിയില്ല, അത് സൂപ്പർ വേർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്ലൈമാക്സ് ആവുമ്പോഴാണ്. പിന്നെ സിനിമയിൽ ആക്ഷൻ സീക്വൻസസ് വരുന്ന ലാസ്റ്റ് ആവുമ്പോഴാണ് അത് കുറച്ച് സൂപ്പർ വേർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിഷാൻ സിനിമയിൽ അത്യാവശ്യം കയ്യിലധികം കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ഡൺ. പിന്നെ ആർട്ട് ഡയറക്ഷൻ സൂപ്പർ വേർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ആയിരിക്കട്ടെ, എഡിറ്റിംഗ് സൂപ്പർ, നോൺ ലാക്സ് ഇൻ ദിസ് ഫിലിം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ഈ വർഷം കണ്ട പടങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 6ാമത്തെ സിനിമ എന്നുള്ള ടാഗ് ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ഫ്ലാഷ് ബാക്ക്സ് ഒന്നും വിഷ്വലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് പ്രശ്നമായോ എന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ദിസ് ഈസ് അ ഫിലിം. അതുകൊണ്ട് അങ്ങനെ ഫ്ലാഷ് ബാക്ക്സ് വിഷ്വലൈസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടൊന്നും നിൽക്കരുത്. അതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. പിന്നെ പടത്തിൻ്റെ ബിഗിനിങ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇതെന്താണ് ഇത് സ്റ്റോറി നമ്മൾ ജനറൽ നോക്കിയിട്ട് വന്നിട്ട് അവസാനം ഇത് വേറെ എന്തൊരു സ്റ്റോറി ആയോ ത്രില്ലറാണോ എന്നൊക്കെ വിചാരിച്ചു ബിഗിനിങ്ങിൽ. ബട്ട് അങ്ങനെയല്ല, ഇത് സ്റ്റോറി മനസ്സിലാവും. പടം കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കേട്ടെന്ന് മനസ്സിലായി. സ്റ്റോറി പറഞ്ഞ് സ്പോയിലർ അടുപ്പിക്കുന്നില്ല, ഒരുപാട് പ്രശ്നമാക്കുന്നില്ല. സ്ക്രീൻ പ്ലേ പിന്നെ സ്റ്റോറി വൈസ് സ്ക്രീൻ പ്ലേ വൈസ് സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും 2:15 മാധവമാധുരി ഒരു പോയിട്ടാണ് കണ്ടത്. അത്യാവശ്യം കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഒന്നും നോക്കണ്ട. ബുക്ക് മൈ ഷോയിൽ ഈ സിനിമയുടെ പേര് കാണുമ്പോൾ തന്നെ എടുക്കുക. ടിക്കറ്റ് പൈസ ഉണ്ടാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യുക, കാണാം. അത്രയും ഞാൻ പറയുള്ളൂ. വിത്ത് ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഞാൻ ഫാമിലിയായിട്ടാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഇത്ര തൽക്കാലത്തെ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അത് ഒന്നാമത്തെ സഹായിക്കുക. അപ്പോൾ ബൈ ബൈ, ഡെൽറ്റ റിസ്കസ്.